റീച്ചിന് വേണ്ടിയിട്ട് ഒരുത്തി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മൾ തുല്യരാണെന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഒക്കെ തന്നെ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ബാധകമാണ്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും തുല്യരായി കാണുന്ന നമ്മുടെ ഭരണഘടന, അല്ലെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള നമ്മുടെ നാട്ടിൽ പക്ഷേ ഈ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, ദുരുപയോഗപ്പെടുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ കോഴിക്കോട് കണ്ടത്. നമ്മൾ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? യഥാർത്ഥ കേസുകൾ എന്ത് ചെയ്യപ്പെടുന്നില്ല, അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. യഥാർത്ഥ കുറ്റവാളികൾ ഇതെന്ത് ചെയ്യുന്നു, ഒരു മറയാക്കി പിടിക്കുന്നു. ദീപക് ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി. അതിനുശേഷം ദീപക്കിനുണ്ടായ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനസിക കാര്യങ്ങളിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യമാണ് പോലീസ് കൺസിഡർ ചെയ്യുന്നത്. തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവകാശം, ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരുത്തൻ്റെ പേരിൽ എന്തല്ല ചാപ്പ കുത്താനോ അല്ലെങ്കിൽ മറ്റൊരുത്തനെ എന്താണ് ഇത്തരത്തിൽ ഒരു തെറ്റായ കേസിലേക്ക് പെടുത്തുന്നതോ എന്തല്ല ശരിയായ കാര്യമല്ല. വിഷ്ണുവിലെ നമസ്കാരം. നമസ്കാരം. വിഷ്ണുവിലെ കഴിഞ്ഞ ദിവസം ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഒരുത്തി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം വളരെ ഗൗരവകരമായിട്ട് ഇങ്ങനെയുള്ള കുറേ ഞരമ്പ് രോഗികൾ ബസ്സിനകത്ത് കയറി സ്ത്രീകളെ ശല്യം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ദീപക് ഒരു നിരപരാധിയായിരുന്നു. ഈ സ്ത്രീയെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന വെച്ചാൽ സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുമെന്ന് മാത്രമല്ല ചില കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്കെതിരെയും ഉണ്ടാകുന്ന ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നിയമപരമായിട്ടുള്ള എന്തൊരു പരിരക്ഷയാണ് നമുക്കുള്ളത്? എല്ലാവരും നമ്മൾ തുല്യരാണെന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഒക്കെ തന്നെ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ബാധകമാണ്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് അവരുടെ, അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തുല്യത അവകാശപ്പെടുമ്പോഴും തുല്യത എല്ലാ മേഖലകളും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയും, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഭാഗങ്ങൾക്ക് അതിക്രമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരക്ഷണ കവചമാണ് ഈ സ്ത്രീ സംരക്ഷണ നിയമമായാലും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമങ്ങളായാലും ഒക്കെ തന്നെ, അതല്ലെങ്കിൽ SC/ST അട്രോസിറ്റി പോലെയുള്ള നിയമങ്ങളൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തുല്യത നമ്മൾ എപ്പോഴും ഉറപ്പു നൽകുന്ന നമ്മുടെ രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യത്തെ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും തുല്യരായി കാണുന്ന നമ്മുടെ ഭരണഘടന, അല്ലെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള നമ്മുടെ നാട്ടിൽ പക്ഷേ ഈ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, ദുരുപയോഗപ്പെടുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ കോഴിക്കോട് കണ്ടത്. അപ്പോൾ അത് കോഴിക്കോട് മാത്രമല്ല, നമ്മൾ ലേറ്റസ്റ്റ് വന്ന പല വാർത്തകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ അതിക്രമങ്ങളെ നമ്മൾ ശക്തമായിട്ട് തന്നെ എന്ത് ചെയ്യണം, സമൂഹം ഒറ്റക്കെട്ടായി നേരിടണം. അതിൽ യാതൊരു വിധമായ സംശയവുമില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഭരണകൂടം അതല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ അതിന് പല പല ഭാഷകളാണ്. ചിലയിടത്തത് ഫെമിനിസം എന്ന് പറയുന്നു, ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ ഒരു റീൽസിന് ആളാവാൻ വേണ്ടി പറയുന്നു, അതല്ലെങ്കിൽ ചില സ്ഥലത്ത് അവർ എന്ത് ചെയ്യുന്നു, ഹീറോയാവാൻ വേണ്ടി ചെയ്യുന്നു. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു അതിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നിരിക്കട്ടെ, ഇവിടെ നിയമമില്ലേ, പരാതി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ബസ്, അതായത് ഇങ്ങനെ ഒരു അതിക്രമം ഈ വീഡിയോയിൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അല്ല, കണ്ടന്റിനും റീച്ചിനും വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയ എന്ത് ചെയ്യാം, ആളാവാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, പോസിറ്റീവ് പറഞ്ഞ് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ആളാവാൻ കഴിയാത്തവരൊക്കെ തന്നെ നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പരാതിപ്പെടണമായിരുന്നു. അവിടെ നമ്മുടെ രാജ്യത്ത് ഒരു നിയമവാഴ്ചയുണ്ട്. ആ നിയമവാഴ്ച അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഒരാൾക്കെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അയാളെ ആരോപണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ, ഒരാൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു പൗരന്മാർക്കും സ്വന്തമായിട്ട് ശിക്ഷ വിധിക്കാനാണെങ്കിൽ പിന്നെ ഈ ഭരണഘടനയും നിയമ സംവിധാനവും ഒക്കെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ? ഇതുകൂടാതെ തന്നെ ഈ കുറ്റക്കാരിയായിട്ടുള്ള സ്ത്രീ ഇപ്പോൾ ഓൾറെഡി ഇന്ത്യ വിട്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം പോലീസ് കേസെടുത്തു, പക്ഷെ കേസെടുത്ത് കഴിയുമ്പോഴത്തേക്ക് പ്രതി ഇവിടെ ഇല്ല ഇന്ത്യയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അത് തന്നെയാണ്, നമ്മൾ ഇന്ത്യ വിട്ടു പോയാലും എവിടെയായാലും, അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യണം. കാര്യം ഇതൊരു അവസാനത്തെ ഒരു പ്രശ്നമായിട്ട് മാറരുത്. കാര്യം ആത്മഹത്യ ഞാൻ അംഗീകരിക്കുന്നില്ല. കാര്യം എന്താണ്, ആത്മഹത്യ ഒന്നിൻ്റെയും പരിഹാരമല്ല. ഇത്തരത്തിൽ ആരോപണം ഉണ്ടെങ്കിൽ ദീപക്കിന് എന്ത് ചെയ്യാം, തെളിയിക്കാനുള്ള അവസരങ്ങൾ നിയമപരമായിട്ടുണ്ടായിരുന്നു. ദീപക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീപക് ആ ഒരു വീഡിയോ വന്നതിന് ശേഷവും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഈ ദീപകിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ വീഡിയോ, ഒരു എക്സ്പ്ലെയിനർ വീഡിയോ, ഇത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കക്ഷി ആ വീഡിയോ ഇടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം അപ്പോൾ അവരുടെ ഒരു മനസ്ഥിതി എന്തായിരിക്കുന്നു. അവർക്ക് ക്രൂര മനസ്സാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യണം, ഇതൊരു അവസരമാക്കി എന്ത് ചെയ്യണം, അവർക്കൊരു യൂട്യൂബർ ആവാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവർക്കൊരു ബ്ലോഗർ ആവാനോ ഉള്ള ഒരു ശ്രമമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട്, അതായത് നമ്മുടെ നിയമത്തെ അനുശാസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ മെറിറ്റ് പരിശോധിക്കാതെ, അല്ലെങ്കിൽ ഒരു 0 FIR ഇട്ട് അന്വേഷിക്കാതെ, അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി എൻക്വയറി പോലും നടത്താതെ എന്ത് ചെയ്യുന്നു,
FIR രജിസ്റ്റർ ചെയ്യുന്നു, പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, പ്രതിയെ റിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു വഴിനീള പ്രദർശനം നടത്തിക്കൊണ്ട് മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു വിചാരണ നടത്തുന്നു. മാധ്യമ വിചാരണയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നു പ്രതിയെ കോടതി വെറുതെ വിട്ടാൽ പോലും ഇവിടെ കോടതിയെ പോലും അംഗീകരിക്കത്തില്ലെന്നല്ലേ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പോയാൽ നമ്മുടെ നിയമവ്യവസ്ഥ എങ്ങോട്ട് പോകും? അപ്പൊ ഇവിടെ സ്ത്രീക്കെതിരെ കുറ്റം ചെയ്താലും, സ്ത്രീ കുറ്റം ചെയ്താലും, പുരുഷൻ കുറ്റം ചെയ്താലും ഇവിടെ കുറ്റം ചെയ്യുന്നവൻ ആരാണെന്ന് കണ്ടെത്താനുള്ള മാർഗമെന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ വ്യവസ്ഥയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ആ മാർഗമുള്ളൂ. ആ ജുഡീഷ്യൽ വ്യവസ്ഥ കണ്ടെത്തുക, അല്ലെങ്കിൽ ആ ജുഡീഷ്യൽ വ്യവസ്ഥ തെറ്റുകാരനായി വിധിക്കുന്നവരെ അയാൾ നിരപരാധിയാണ്, ഇനിയിപ്പോൾ അയാളെ നിരപരാധിയായിട്ടാണ് ജുഡീഷ്യൽ വ്യവസ്ഥ വിധിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അത് അംഗീകരിക്കാനുള്ള മനസ്ഥിതി എന്ത് ചെയ്യണം സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കണം. അതല്ലാതെ നമ്മൾ പിടിക്കുന്നതിന് റീച്ചിന് വേണ്ടിയോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിചാരണയ്ക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെയാണല്ലോ ട്രയൽ നടത്തുന്നത്. ഇവിടെ മാധ്യമങ്ങൾ ട്രയൽ നടത്തുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ വിചാരണ നടത്തുന്നു, മാധ്യമങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു പ്രതിയെ ശിക്ഷിക്കുന്നു, മാധ്യമങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു അയാൾക്കുള്ള ശിക്ഷാവിധി വിധിച്ചുകൊണ്ട് അയാളെ എന്ത് ചെയ്യുന്നു സമൂഹത്തിലേക്ക് ചാപ്പ കുത്തി വിടുന്ന ഒരു പ്രാകൃത സംവിധാനം എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്ടിലേക്ക് വളരെ, അതായത് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം രാജ്യഭരണ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു മുതലകളെ കൊണ്ട് എന്ത് ചെയ്യുന്നു മുതലക്കുളത്തിലേക്ക് തള്ളിയിട്ട് മുതല കടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അയാൾ നിരപരാധിയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ നമ്മുടെ രാജ്യത്ത് രാജഭരണകാലത്തുണ്ടായിരുന്നു. അതല്ലെങ്കിൽ രാജാവിന്റെ ഇംഗിതത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വിധികൾ വിധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ജനാധിപത്യ ഭാരതത്തിൽ, അല്ലെ ജനാധിപത്യ കേരളത്തിൽ ഇന്ന് നടക്കുന്നു. അപ്പോൾ നമ്മുടെ കേസുകളുടെ നമ്മൾ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? യഥാർത്ഥ കേസുകൾ എന്ത് ചെയ്യപ്പെടുന്നില്ല, അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. യഥാർത്ഥ കുറ്റവാളികൾ ഇതെന്ത് ചെയ്യുന്നു ഒരു മറയാക്കി പിടിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികൾ പറയുന്നു ഇതുപോലെ കണ്ടില്ലേ ഇവിടെ കോഴയൊക്കെ മറ്റേ ഇപ്പൊ കോഴിക്കോട് ദീപക്കിനെ കണ്ടില്ലേ, അതുപോലെ ഞാനും എന്താണ് ഒരു നിരപരാധിയായിരുന്നു, ഞാനും ഒരു എന്താണ് അതിജീവിതനായിരുന്നു, അല്ലെ ഞാനും എന്തായിരുന്നു ഇരയായി പോയതാണെന്നൊക്കെ എന്ത് ചെയ്യുന്നു പലർക്കും പലരെയും വെള്ളപൂശാനും പലർക്കും എന്ത് ചെയ്യാൻ കഴിയുന്നു അവസരങ്ങൾ നേടിക്കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കുറ്റകൃത്യം നടക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, പ്രതിയെ പിടിക്കട്ടെ, പ്രതിയെ പിടിച്ച് ശിക്ഷ വിധിക്കട്ടെ. ഇന്നലെ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒക്കെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് എത്ര നീചവും ക്രൂരവുമായിട്ടാണെന്നറിയോ? കാരണം ദീപക്കിനെ അങ്ങോട്ട് തരം താഴ്ത്തി, അതായത് മരിച്ചതിന് ശേഷവും ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ആളുകൾ ആ മനുഷ്യന് സ്വസ്ഥത കൊടുക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഇത് ഇവിടെ എല്ലാം ഇവർ ചെയ്യുന്നത് എന്തിനാണ്? പബ്ലിസിറ്റിക്കാണ്. ഇവരുടെ അഭിപ്രായങ്ങൾ, അതായത് ഈ പറയുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഒരാൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആളിനെതിരായിട്ട്. അതായത് നമ്മുടെ നാട്ടിൽ ജുഡീഷ്യറിയെ അഡ്രസ്സ് ചെയ്യാത്ത, നിയമ സംവിധാനത്തെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു പരാതിയെയും പരാതിയായി എന്ത് ചെയ്യാൻ കഴിയില്ല, കൺസിഡർ ചെയ്യാൻ നമുക്ക് കഴിയില്ല. പരാതി ഉണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ മുന്നിലേക്ക് വരട്ടെ. ആരാണ് ഇവിടെ തടയുന്നത്? ഇവിടെ പരാതി ഉണ്ടെങ്കിൽ ഈ ബസ്സിന് എന്ത് ചെയ്യാമായിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ദീപക്കിനെതിരെ പരാതി കൊടുത്താൽ ദീപക്കിനെ ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ടല്ലോ സംരക്ഷിക്കാൻ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പോ ഈ ദീപക്കിന്റെ ഈ മരണത്തെ തുടർന്ന് ഇനി തുടർന്ന് അങ്ങോട്ടുണ്ടാവുന്ന ഒരു നടപടി എന്തായിരിക്കും? തുടർന്ന് നടപടി ഉണ്ടാകുന്നത് ആത്മഹത്യാ പ്രേരണയ്ക്കുൾപ്പെടെയുള്ള കുറ്റമാണ് എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് തെളിയിക്കാനുള്ള വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ലെറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എവിടെയെങ്കിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, എന്താണ് തൻ്റെ ആത്മഹത്യക്കുള്ള കാരണമെന്നുള്ള കാര്യമാണ് ആദ്യം പരിശോധിക്കുന്നത്. ആ കാരണം കണ്ടെത്തി ഇതാണ് കാരണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഏതെങ്കിലും ആളുകൾ ഇദ്ദേഹത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കേസിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഏതൊക്കെ കോണുകളിൽ നിന്നാണ് ഭീഷണി വന്നിട്ടുള്ളത്, എങ്ങനെയാണ് അയാൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു മനോവൈകല്യത്തിലേക്ക് എന്ത് ചെയ്യപ്പെട്ടത്, എടുത്തുചാടപ്പെട്ടത്, അല്ലെങ്കിൽ തള്ളി നീക്കപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിയമ നടപടികൾ മുന്നോട്ട് പോയിട്ട് ഇവിടെ ആർക്ക് നീതി കിട്ടാനായി? ഈ പറയുന്ന അയാൾ മരണപ്പെട്ടല്ലോ. ഇതിപ്പോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചാൽ, ഈ പ്രതിയായിട്ടുള്ള ഈ സ്ത്രീ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചാൽ മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടോ? മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് അതായത് ഒരാളുടെ ഒരു അറസ്റ്റ് തടയാൻ, അതായത് അറസ്റ്റ് എന്ന് പറയുന്നത് അത്യന്തികമായിട്ട് അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അറസ്റ്റ് സുപ്രീം കോടതിയുടെ പല ഉത്തരവുകൾ പ്രകാരം എന്താണ് അറസ്റ്റിൻ്റെ കൃത്യമായ ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റിലേക്ക് പോകാവൂ എന്നുള്ള കോടതി വിധികൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസാണ് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദീപക് ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി, അതിനുശേഷം ദീപക്കിനുണ്ടായ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനസിക കാര്യങ്ങളിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യമാണ് പോലീസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്താണ് ഇടപെടുത്തിയത്? അത് സ്വയം ചിന്തിച്ചതാണോ, അല്ലെങ്കിൽ പ്രേരണയാലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയാലാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയപ്പാട് കൊണ്ടാണോ? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മളെ ബസ്സിലായി ഇവർ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. കാരണം എന്താ വെച്ചാൽ ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു, പിന്നെ അതിനുശേഷം ഇവരുടെ റൈറ്റ് സൈഡിലേക്ക് വന്ന് എങ്ങനെയൊന്ന് മുട്ടിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. ഇതൊക്കെ ഒരു ക്രിയേറ്റഡ് വീഡിയോ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയം. തീർച്ചയായിട്ടും വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇവിടെ ആരാണ് വീഡിയോയും എടുത്തുകൊണ്ട് ഓണാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, ബസ്സിൽ കയറുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ബസ്സിലും ട്രെയിനിലും ഒക്കെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും? അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സദാചാരം അല്ലെങ്കിൽ എന്താണ് സാമാന്യ യുക്തി, സാമാന്യ മര്യാദ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല.
ക്രിമിനലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ സമൂഹത്തിലേക്ക് ഒറ്റപ്പെടുത്തണം. പക്ഷേ ഇതൊരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവകാശം, ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരുത്തൻ്റെ പേരിൽ എന്തല്ല ചാപ്പ കുത്താനോ അല്ലെങ്കിൽ മറ്റൊരുത്തനെ എന്താണ് ഇത്തരത്തിൽ ഒരു തെറ്റായ കേസിലേക്ക് പെടുത്തുന്നതോ എന്തല്ല ശരിയായ കാര്യമല്ല. സ്വാഭാവികമായിട്ടും അയാൾ ഒരു ഇന്ത്യൻ പൗരനാണ്, അയാൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അയാളുടെയുമാണ് ഈ നാട്, അയാളുടെയുമാണ് ഈ നിയമസംഹിത, അയാൾക്കും എന്തുണ്ട് ഇവിടെ ജീവന ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ട. ഇനിയും ഇത് മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ എത്ര ഉദാഹരണങ്ങളാണ് വരുന്നത്, എത്ര ആളുകളാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ കോടതികളുടെ വിധി ഇവിടെ ഏറ്റവും അവസാനം ദിലീപ് കേസിൽ നമ്മൾ കണ്ടതാണ്. കോടതി വിധിച്ചാൽ പോലും എന്തില്ല, അംഗീകരിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആരാണ് ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത്? ഈ പറയുന്ന ബ്ലോഗർമാരാണോ, അതല്ലെങ്കിൽ ഈ പറയുന്ന എഴുത്തുകാരാണോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന തൂലികയ്ക്ക് അനുസരിച്ചാണോ ഈ രാജ്യത്തെ നിയമം പോകേണ്ടത്? അപ്പൊ അവരല്ല നിയമം സ്ഥിരീകരിക്കേണ്ടത്. നിയമം എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുണ്ട്, നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിത അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾക്ക് തീരുമാനമാകുന്നത്.